മക്കളെ നമ്മള് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. വാട്ടർ റിസോഴ്സസില് വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ വാട്ടറിന്റെ സ്കാസിറ്റി അല്ലെ, വെള്ളം കിട്ടാത്തൊരു അവസ്ഥ, വാട്ടറിന്റെ സ്കാസിറ്റി, അതിന് ലീഡ് ചെയ്യുന്ന റീസൺസ് അല്ലെ, വാട്ടർ സ്കാസിറ്റി ഉണ്ടാക്കാനുള്ള കാരണങ്ങള്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടി പർപ്പസ് റിവർ പ്രോജക്ട് ആൻഡ് ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ്. അപ്പം വാട്ടർ റിസോഴ്സസിന്റെ മാനേജ്മെന്റും കുറെ പ്രോജക്ട്സുകളും ഒക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. Archaeological and historical records show that from ancient times we have been constructing sophisticated hydraulic structures like dams. അല്ലെ, നമ്മള് പഴയകാലം മുതലേ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഡാമുകള് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബിൽറ്റ് ഓഫ് സ്റ്റോൺ റബ്ബർ, റിസർവോയർസ് ഓഫ് ഓർ ലേക്സ്, embankments and canals for irrigation. അപ്പൊ ഇതൊക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യായിരുന്നു. Not surprisingly, we have continued this tradition in modern India by building dams in most of our river basins. അപ്പൊ നമ്മള് നദികളിൽ എന്ത് ചെയ്യാറുണ്ടടാ, നമ്മള് ഡാമുകൾ ഉണ്ടാക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്? പല എന്ത് ചെയ്യാം, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്യും. ചില ആൾക്കാര് ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഡാമിന്റെ ഇതുണ്ട്. അപ്പൊ നമുക്ക് ഡാമുകളായിട്ട് നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് പല റിവേഴ്സിലും. ആൻഡ് ഡാംസ് were traditionally built to impound rivers and rainwater that could be used later to irrigate agricultural field. അപ്പം നമ്മള് റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്ത് വെക്കും അല്ലെ, ഡാമുകളിൽ നമ്മള് റെയിൻ വാട്ടറിനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മള് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ലേറ്റർ അല്ലെ. പിന്നീട് ഒരു സമയത്ത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഡാമിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. Today, dams are built not just for irrigation but for electricity generation. ഇപ്പം നമ്മള് ഇറിഗേഷൻ എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മള് ഡാംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ഡാംസ് യൂസ് ചെയ്യുന്നുണ്ട് കറണ്ടിന് വേണ്ടിയിട്ട്. ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസസ്. പിന്നെ നമ്മള് വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം സപ്ലൈ, ഇറിഗേഷൻ മാത്രമല്ല അല്ലെ, നനയ്ക്കുക എന്നുള്ള ഒറ്റ പർപ്പസ് അല്ല, വെള്ളം ഇല്ലാത്ത ആൾക്കാർക്കല്ലേ, ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിലും നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലഡിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് റിക്രിയേഷൻ ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ ആൻഡ് ഫിഷ് ബ്രീഡിങ്. അപ്പൊ ഫിഷ് ബ്രീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഹെൻസ് ഡാംസ് ആർ നൗ റെഫർഡ് ടു ആസ് മൾട്ടി പർപ്പസ്. എന്താ പറയുന്നത്, ഡാംസിന് ഇപ്പൊ പറയുന്നത് എന്താ, മൾട്ടി പർപ്പസ് പ്രോജക്ട്സ് where the many uses of the impounded water are integrated with one another. അപ്പം ഇനിഷ്യലി ഇറിഗേഷൻ എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഡാംസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് മൾട്ടി പർപ്പസ് അല്ലെ, ഫിഷ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട്, അങ്ങനെ അല്ലെങ്കിൽ വാട്ടർ റിസർവോയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പം ഡാംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മൾട്ടി പർപ്പസ് ആയിട്ട് നമ്മൾ ഡാംസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് കണ്ടോട്ടെ, ഡാമിന്റെ പിക്ചർ കണ്ടോ അല്ലെ. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ളത്തിന് എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേണ്ട എമൗണ്ടിനനുസരിച്ചിട്ട് ഇതിനെ റെഗുലേറ്റ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യുന്നത്, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാണ് ചെയ്യുന്നത്. Okay. For example, in the Satluj Peace River Basin, the Bakranangal project water is being used both for hydel power production and irrigation. അപ്പം ബക്രാനങ്കൽ പ്രോജക്റ്റില് നമ്മള് പവർ ജനറേഷന് വേണ്ടിയിട്ടും ആൻഡ് ഇറിഗേഷന് വേണ്ടിയിട്ടും വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്, ഈ ഡാംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമിലർലി ദ ഹിരാക്കുഡ് പ്രോജക്ട് ഇൻ ദി മഹാനദി ബേസിൻ ഇന്റഗ്രേറ്റ്സ് എന്താണ്, കൺസർവേഷൻ ഓഫ് വാട്ടർ വിത്ത് ഫ്ലഡ് കൺട്രോൾ. അപ്പൊ ഇത് ഉദ്ദേശിച്ചിരുന്നത്, ഇവരുടെ മൾട്ടി പർപ്പസ് എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷനും ആൻഡ് ഫ്ലഡിന്റെ കൺട്രോളും. ഇത് രണ്ടുമായിരുന്നു ഏതാടാ, ഹിരാക്കുഡ് പ്രോജക്ട് അല്ലെ. അപ്പം ബക്രാനങ്കലും ഹിരാക്കുഡും നിങ്ങൾ ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. A dam is a barrier across flowing water that obstruct
ഡാം എന്ന് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നു അല്ലെ, ഡാമിന്റെ ഇമേജ് കാണിച്ചു തന്നു. എന്തായിരുന്നു? ഡാം ഇതാ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് അല്ലെ, ഫ്ലോയിങ് വാട്ടർ ആണ്, വെള്ളം ഒഴുകുന്ന ഒരു ഫ്ലോയിങ് വാട്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, റെഗുലേറ്റ് ചെയ്യാണ് അല്ലെ, അതിന്റെ ഫ്ലോ നമ്മൾ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. Dam is a barrier across flowing water that obstructs, direct or retards the flow, often creating a reservoir like or ഇൻകോൺമെന്റ്. അപ്പൊ നമ്മള് ഫ്ലോ ചെയ്യുന്ന ഒരു റിവറിന് ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ബാരിയർ ഫോം ചെയ്തിട്ട്, ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിവറിന് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ഫ്ലോ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത് ഡാമിന്റെ കേസിൽ. ഡാം റെഫേഴ്സ് ടു ദ റിസർവോയർ. ഡാം ഉദ്ദേശിക്കുന്നത് എന്താണ്, റിസർവോയർ ആണ്, rather than the structure. Okay, most dams have a section called spillway. അപ്പം ഡാമിന് എന്തുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്, സ്പിൽവേ എന്ന് പറയുന്നത്, over which or through which it is intended that water will flow either intermittently or continuously. അപ്പം ആ സ്പിൽവേ വഴിയാണ് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഇന്റർമിറ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ എന്ത് ചെയ്യും, വാട്ടറിന്റെ ഫ്ലോ ഉണ്ടാവും. ഓക്കെ, and dams are classified. Classification of dams. എന്തായത്, classification of dams. ഡാംസിന്റെ ക്ലാസിഫിക്കേഷൻ. എന്തിന്റെ ബേസിസിലാണ് ഡാമിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? സ്ട്രക്ചറിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഇന്റൻഡഡ് പർപ്പസിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഡാമിന്റെ ഹൈറ്റിന്റെ ബേസിസിൽ ഡാമിന്റെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറും മെറ്റീരിയൽസ് യൂസ് ചെയ്തേം വെച്ചിട്ട്, സ്ട്രക്ചറും ആ ഡാം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എന്തൊക്കെ വെച്ചിട്ടാ? ടിംബർ ഡാം ഉണ്ട്, എംബാങ്ക്മെന്റ് ഡാം ഉണ്ട്, ആൻഡ് മാസോൺറി ഡാംസ് ഉണ്ട്, ആൻഡ് വിത്ത് സെവറൽ സബ് ടൈപ്സ്. അപ്പം മൂന്നായിട്ടാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ടിംബർ ഡാംസ് ഉണ്ട്, എംബാങ്ക്മെന്റ് ഡാംസ് ഉണ്ട്, ആൻഡ് മാസോൺറി ഡാംസ് ഉണ്ട്. ഇനി ഇത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെ, മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ based on structure. ഇനി അക്കോർഡിംഗ് ടു ദ ഹൈറ്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, ഇത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അക്കോർഡിംഗ് ടു ഹൈറ്റ്, ഡാംസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ലാർജ് ഡാംസ് ആൻഡ് മേജർ ഡാംസ്. അപ്പൊ നമുക്ക് ലാർജ് ഡാംസ് ആൻഡ് മേജർ ഡാംസ് അല്ലെങ്കിൽ ഓർ ഓൾട്ടർനേറ്റീവ്ലി ആസ് ലോ ഡാംസ്, മീഡിയം ഹൈ ഡാംസ് ആൻഡ് ഹൈ ഡാംസ്. അല്ലെങ്കിൽ ലോ ഡാം, മീഡിയം ഹൈറ്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ലോ ഡാംസ്, മീഡിയം ഹൈറ്റ് ഡാംസ് ആൻഡ് ഹൈ ഡാംസ്. അപ്പം ലോ ഡാംസ്, മീഡിയം ഹൈ ഡാംസ് ആൻഡ് ഹൈ ഡാംസ്. അപ്പൊ മൂന്നായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പം ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഡാമിന്റെ ഹൈറ്റിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനും പറഞ്ഞു. അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ അല്ലേ? So, multi-purpose projects launched after independence with their integrated water resource management approach were thought of as a vehicle that would lead the nation to the development and progress. അപ്പം ഈ ഡാം എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. എന്ത് വെഹിക്കിൾ ആണ്? നാഷന്റെ ഡെവലപ്മെന്റിനും പ്രോഗ്രസിനും ലീഡ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ അല്ലെ. അപ്പൊ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ അല്ലെ, പല യൂസുമുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് അപ്രോച്ച്. Integrated ആയിട്ടുള്ള water resource management approach were thought as the vehicle that would lead to the nation to the development and progress. അപ്പം മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് Jawaharlal Nehru proudly proclaimed the dams as the temples of modern India. എന്താ പറഞ്ഞിട്ടുള്ള ഡാമിനെ? ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള എന്താണ്? ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പൊ മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾ എന്നാണ് ഡാമിനെ പറഞ്ഞിട്ടുള്ളത്. So, Jawaharlal Nehru proudly proclaimed the dams as the temples of modern India. എന്തുകൊണ്ടായിരിക്കും temples of modern India എന്ന് ഡാമിനെ പറഞ്ഞിട്ടുള്ളത്? ടെമ്പിൾ എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? മോഡേൺ ഇന്ത്യയുടെ ടെമ്പിൾ എന്ന് പറയാൻ കാരണം എന്താ?
The reason being that it would integrate എന്ത് ചെയ്യും ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും, ആൻഡ് ദ വില്ലേജ് എക്കണോമി, അഗ്രികൾച്ചറിന്റെ ആ ഒരു ഇന്ത്യയിൽ എന്താണ് അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വില്ലേജിന്റെ എക്കണോമി എന്ത് ചെയ്യും മുന്നോട്ടേക്ക് വരും. വില്ലേജ് എക്കണോമി വിത്ത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി അർബൻ എക്കണോമി. അപ്പം റൂറൽ അല്ലെങ്കിൽ വില്ലേജസിന്റെ എക്കണോമി കൂടും, അർബൻ എക്കണോമി കൂടും, ആൻഡ് ഓൾസോ ഡെവലപ്മെന്റിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ടാണ് ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞത്. In recent years, multi-purpose projects and large dams have come under great scrutiny and opposition for a variety of reasons. ഇപ്പൊ നമ്മള് അന്നേരമൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡാമുകളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ നമ്മൾ വലിയ ഡാമുകൾ, മൾട്ടിപർപ്പസ് ഡാമുകൾ വരുന്ന സമയത്ത് വേറെ ക്രൈസിസുകൾ വേറെയും വരുന്നുണ്ട്. ഓപ്പോസിഷൻ വരാനുള്ള കാരണം എന്താ? റെഗുലേറ്റിംഗ് ആൻഡ് ഡാമിംഗ് ഓഫ് റിവേഴ്സ്. എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഇപ്പൊ നമ്മള് ഡാംസ് ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിൽ, ലാർജ് ഡാംസ് ഉണ്ടാക്കുന്നതിൽ ഇപ്പൊ നമ്മള് ഡാംസ് ഉണ്ടാക്കുന്നതിന് നമ്മളൊരു ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, റെഗുലേറ്റിംഗ് ആൻഡ് ഡാമിംഗ് ഓഫ് റിവേഴ്സ് അല്ലെ. നമ്മള് നാച്ചുറലി ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ ആണ് അല്ലെ, റിവർ നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവിടെ റെഗുലേറ്റ് ചെയ്യാണ് അല്ലെ. റിവറിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഫ്ലോ നമ്മൾ തടയുന്ന സമയത്ത് വേറെയും കുറെ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ, which affect their natural flow, causing poor sediment അല്ലെ, poor sediment flow and excessive sedimentation at the bottom of the reservoir. അപ്പം റിസർവോയറിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങള് ചുമ്മാ ഒരു ബക്കറ്റില് കുറച്ച് ചെളി വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഫ്ലോ ഒന്നുമില്ല, ചുമ്മാ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അടിയിൽ കുറെ ചെളി എന്ത് ചെയ്യും? കുറെ ടൈം അതിങ്ങനെ നിൽക്കുന്ന സമയത്ത്, അനക്കാതെ വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അടിയിൽ കുറെ ചെളി എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യും. അതുപോലെ നമ്മള് ഇവിടെ വെള്ളത്തിന് ഇതിന്റെ ഫ്ലോ, നാച്ചുറൽ ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? എക്സസീവ് സെഡിമെന്റേഷൻ അറ്റ് ദി ബോട്ടം ഓഫ് ദി റിസർവോയർ. അപ്പൊ റിസർവോയറിന്റെ അറ്റത്തേക്ക് അടിയിലേക്ക് എന്ത് ചെയ്യും? കുറെ സെഡിമെന്റേഷൻ ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് വലിയ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പം ഓപ്പോസിഷൻ വരാനുള്ള റീസൺ എന്താന്നാ ഞാൻ പറയുന്നത്. എന്താ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വാട്ടർ ഫ്ലോ ഉള്ള സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. റിവറിന്റെ നാച്ചുറൽ ഫ്ലോ ഉള്ള സ്ഥലത്ത് നമ്മളൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറെ എമൗണ്ട് ഓഫ് സെഡിമെന്റേഷൻ വരും ആ റിസർവോയറിന്റെ താഴെ ഭാഗത്ത്. ആൻഡ് ഓൾസോ റിസൾട്ടിങ് ഇൻ റോക്കിയർ സ്ട്രീം ബെഡ്സ് ആൻഡ് പൂറർ ഹാബിറ്റേറ്റ്സ് ഫോർ ദ റിവേഴ്സ് അക്വാട്ടിക് ലൈഫ് അല്ലേ. അവിടെ റിവറാണ്, ഒരുപാട് അക്വാട്ടിക് ലൈഫ് ഉണ്ടല്ലേ, ഒരുപാട് ഫിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, റിവറിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരില്ലേ. ഇത് അവർക്ക് എന്താണ്? അവരുടെ ഒരു നാച്ചുറൽ ഫ്ലോ ആണ് നമ്മള് ഇവിടെ ഒരു ബാരിയർ വെച്ചിട്ട് ഒബ്സ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അക്വാട്ടിക് ലൈഫിൽ. ഓക്കെ, dams also fragment rivers, making it difficult for aquatic fauna to migrate, especially for spawning. അപ്പം ചില aquatic life എന്ത് ചെയ്യും? സ്പൗണിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ അവരെ പിടിച്ചിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അതും ഒരു ഇഷ്യൂ ആണ് അല്ലെ. So the reservoirs that are created on the flood plains also submerge the existing vegetation and soil, leading to its decomposition over a period of time. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ റീസൺ ആണല്ലേ, വലിയ ഡാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്പോസിഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ കുറെ നേരം എന്ത് ചെയ്യുന്ന വാട്ടറിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് എന്ന് പറയുന്നത്, നാച്ചുറലി ഫ്ലോ ചെയ്യുന്ന വെള്ളത്തിനെ നമ്മൾ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് എന്താണ്? കുറെ സെഡിമെന്റേഷൻ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് അക്വാട്ടിക് ലൈഫിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പൗണിങ്ങിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അക്വാട്ടിക് ഫോംസിനൊക്കെ അത് പറ്റുന്നില്ല. വേറെയും കുറെ റീസൺസ് ഉണ്ടാവാം അല്ലെ. ആൻഡ് നർമ്മദ ബചാവോ ആന്തോളൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഒരു പ്രോജക്റ്റ്? നർമ്മദ ബചാവോ ആന്തോളൻ. എന്തായിരുന്നു നർമ്മദ ബചാവോ ആന്തോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കേട്ടിട്ടുണ്ടാവും അല്ലെ. ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. നർമ്മദ ബചാവോ ആന്തോളൻ ഓർ സേവ് നർമ്മദ മൂവ്മെന്റ് ഇസ് എ നോൺ ഗവൺമെന്റ്, ഒരു NGO ഓർഗനൈസേഷൻ അല്ലെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ദാറ്റ് മൊബിലൈസ്ഡ് ട്രൈബൽ പീപ്പിൾ, farmers, environmentalists
and human rights activists against the Sardar Sarovar Dam being built across the Narmada River in Gujarat. അപ്പം നർമ്മദ റിവർ, ഗുജറാത്തിലുള്ള നർമ്മദ റിവറിന്റെ അക്രോസ് ആയിട്ട് അവരൊരു ഡാം കൊണ്ടുവരുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അവർ കുറെ എൻവയോൺമെന്റലിസ്റ്റ് അല്ലെങ്കിൽ ആക്ടിവിസ്റ്റിനെയും അല്ലെങ്കിൽ കുറെ ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ സേവ് നർമ്മദ മൂവ്മെന്റ്. അപ്പൊ നർമ്മദ അവിടെ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് ഒക്കെ അവിടെയും വരും അല്ലെ. എന്താ ചെയ്യുക? അക്വാട്ടിക് ഫാംസിന് പ്രശ്നം ഉണ്ടാവും, വാട്ടറിന്റെ സെഡിമെന്റേഷൻ കൂടും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അവര് സേവ് നർമ്മദ ആന്തോളൻ അല്ലെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലെങ്കിൽ സേവ് നർമ്മദ മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം അതാണ് അത് എന്ന് പറയുന്നത്. It originally focused on the environmental issues related to trees that would be submerged under the dam water. അപ്പൊ ഫസ്റ്റ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവര് ഡാം വാട്ടറിന്റെ ഉള്ളിൽ സബ്മേർജ്ഡ് ആയി പോവാവുന്ന ട്രീസിനെ പറ്റിയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ടായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. റീസെന്റ് it has refocused the aim to enable poor citizens, especially the displaced people, to get full rehabilitation facilities from the government. അപ്പം ഈ ഡാം കാരണം എന്താ റീഹാബിലിറ്റേഷൻ വേണ്ടി വന്ന ആൾക്കാർക്ക് ഗവൺമെന്റൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് ആൻഡ് ഇറിഗേഷൻ ഹാസ് ഓൾസോ ചേഞ്ച് ദി ക്രോപ്പിംഗ് പാറ്റേൺ ഓഫ് മെനി റീജിയൻസ്. അപ്പം ഇറിഗേഷൻ എന്ന് പറയുന്നത്, ഇറിഗേഷൻ കൊണ്ടുവന്നപ്പം എന്ത് ചെയ്തു? ക്രോപ്പിംഗ് പാറ്റേണിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പാറ്റേൺ ഓഫ് മെനി റീജിയൻസ് വിത്ത് farmers shifting to water intensive and commercial crops. This has great ecological consequences like salination of soil. അപ്പം സോയിലിന്റെ സലൈനേഷൻ അല്ലെ, സോൾട്ടി ആയിട്ടുള്ള ഒരു സോയിലിന്റെ അവസ്ഥ അല്ലെ, ഉപ്പ് കലർന്നിട്ടുള്ള സലൈനേഷൻ ഓഫ് സോയിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇറിഗേഷൻ കൊണ്ടുവന്നത് കൂടി ക്രോപ്പിംഗ് പാറ്റേണിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. And at the same time it has transformed the social landscape of increasing the social gap between the richer landowners and the landless poor. അപ്പം അവര് എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഗ്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റിച്ചർ ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സും പുവർ ആയിട്ടുള്ള ഭൂമി ഇല്ലാത്ത ആൾക്കാരും തമ്മിലുള്ള ഒരു റേഷ്യോ അല്ലെ, ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന സംഭവം ഇൻക്രീസ് ആവുകയും ചെയ്തിട്ടുണ്ട്. In Gujarat, the Sabarmati Basin farmers were agitated and almost caused a riot over the higher priority. ഗുജറാത്തിലുള്ള ഒരു റയറ്റ് വരെ ആവാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഇഷ്യൂ ആണ് given to water supply in urban areas, particularly during drought. അപ്പൊ നല്ല വരൾച്ചയുള്ള സമയത്ത് അർബൻ ഏരിയാസിൽ വാട്ടർ സപ്ലൈ, ഇതൊക്കെ കുറെ ഇൻസിഡൻസ് ആണ്, ടെക്സ്റ്റിൽ പറയുന്ന കുറെ ഇൻസിഡൻസ് ആണ്. എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഒരു റൈറ്റ് വരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആർ ഓൾസോ becoming common with regard to sharing the cost and benefits of the multi-purpose project. അപ്പം ഇന്റർ സ്റ്റേറ്റിന്റെ വാട്ടർ അല്ലെ, അടുത്തടുത്തുള്ള അയൽവാസി സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ആർ ഓൾസോ becoming common with regard to sharing the cost and benefits of the multi-purpose project. അപ്പം അടുത്തടുത്തുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ വെള്ളത്തിന്റെ പേരിൽ എന്താവാണ്? ധാരണയാവാണ്. അവർ അതിന്റെ കോസ്റ്റും ബെനിഫിറ്റ് എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞത് റിസർവോയർ അല്ലെ, ഡാംസ് ആയിട്ട് എന്താ ചെയ്യുന്നത്? വെള്ളത്തിന് എന്ത് ചെയ്യാണ്? തങ്ങി നിർത്തിയിട്ട് വേണ്ട സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെ, നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാണ് വാട്ടറിന്റെ ഫ്ലോ. അതാണ്. പിന്നെ നമ്മൾ എന്ത് കാര്യമാണ് പറഞ്ഞത്? ഡാംസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അല്ലെ. ഡാമിന്റെ ക്ലാസിഫിക്കേഷൻ ഹൈറ്റ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, സ്ട്രക്ചറിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഡാംസിന്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മള് ചോദിക്കുകയാണ്, വെള്ളത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. റെയിൻ വാട്ടറിനെ നമുക്ക് ഹാർവെസ്റ്റിംഗ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് വെള്ളം സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നോക്കാം നമുക്ക് എന്താ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്.
In ancient India, along with the sophisticated hydraulic structures, there existed an extraordinary tradition of water harvesting system. അപ്പം ancient ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. People had in-depth knowledge of rainfall regimes and soil types. അപ്പൊ ആൾക്കാർക്ക് റെയിൻഫോളിന്റെ ഒരു റെജീമും സോയിലിന്റെ ടൈപ്പ് ഒക്കെ നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു. എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കേ നിങ്ങൾ. ഇതാണ് ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ്. നമുക്ക് നോക്കാം. ഇൻ ദ സെമി ആരിഡ് ആൻഡ് ആരിഡ് റീജിയൻസ് ഓഫ് രാജസ്ഥാൻ, സെമി അരിഡ് അല്ലെങ്കിൽ നല്ല വരണ്ട സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾമോസ്റ്റ് ഓൾ ദി ഹൗസസ് traditionally had underground tanks for storing drinking water. അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള രാജസ്ഥാനിലുള്ള ആൾക്കാർക്കൊക്കെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കുടിക്കാനുള്ള വെള്ളം അല്ലെ, ഡ്രിങ്കിങ് വാട്ടർ, കുടിക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് ഉണ്ടായിരുന്നു. The tanks were part of the well-developed rooftop rainwater harvesting system. ടാങ്ക് എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ പുതിയൊരു ടേം കേൾക്കാണ്. എന്താ? റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ. ഞാൻ ആ പിക്ചറിലേക്ക് വരാം കേട്ടോ. ഇത് പറഞ്ഞിട്ട് നമുക്ക് ആ പിക്ചർ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ were built inside the main house or the courtyard. They were connected to the sloping roofs of the houses through a pipe. അപ്പം നമ്മള് റൂഫ് ടോപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പെയ്യുന്ന മഴവെള്ളത്തിനെ സംഭരിച്ച് വെക്കുന്നതെന്ന് നോക്കുന്നത്. Rain falling on the rooftops would travel down the pipe and was stored in these underground tank. അപ്പം മഴ പെയ്യുന്ന മഴ അത് എന്താ നമ്മൾ റൂഫ് ടോപ്പ് വഴി കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ അണ്ടർഗ്രൗണ്ട് പൈപ്പിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. The rainwater can be stored in the tanks. Rooftop rainwater harvesting is the most common practice in Shillong, Meghalaya. അപ്പം മേഘാലയയിലുള്ള സ്ഥലമാണ് ഷില്ലോങ്ങിലൊക്കെ ഈ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെ. അവിടെ മഴ നന്നായിട്ട് കിട്ടുന്ന സ്ഥലം. ആ മഴ ലഭിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും? അവര് ഇങ്ങനത്തെ വെള്ളം സംഭരിച്ച് വെക്കാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്യും? നോക്കും. നിങ്ങൾ നോക്കിക്കേ, നന്നായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഈ മഴവെള്ളം എന്ത് ചെയ്യും? കളക്ട് ചെയ്യും അല്ലെ. ഈ ഗട്ടറിലൂടെയൊക്കെ എന്ത് ചെയ്യും? മഴവെള്ളം ഇങ്ങനെ എന്ത് ചെയ്യും? അവർ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന മഴവെള്ളമൊക്കെ അവര് ഇതുവഴി കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റോറേജ് ടാങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ. ഈ മഴവെള്ളം എന്ത് ചെയ്യും? സ്റ്റോറേജ് ടാങ്കില് സ്റ്റോർ ചെയ്ത്. ഇപ്പം നല്ല സ്ലോപ്പ് ഒന്നും ഇല്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് ഓരോ ഇതില് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു മെത്തേഡ് അല്ലെ. അതിനെയാണ് റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യും. എസ്പെഷ്യലി ഈ ഷില്ലോങ്, മേഘാലയയിലുള്ള ഷില്ലോങ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അവരെന്ത് ചെയ്യും? ഈ മഴവെള്ളത്തിനെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് വെക്കും. The state capital Shillong faces acute shortage of water. അപ്പം വാട്ടറിന്റെ ഷോർട്ടേജ് ഉണ്ടായി. നിയർലി എവറി ഹൗസ് ഹോൾഡ് ഇൻ ദ സിറ്റി ഹാസ് എ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ. Nearly 15 to 25% of the total water requirements of the household comes from rooftop water harvesting system. അപ്പം അവര് ഈ വഴിയാണ് അവര് 15 to 25% ഓഫ് ദി അവരുടെ വാട്ടർ റിക്വയർമെന്റ് അല്ലെ, അവരുടെ വാട്ടർ റിക്വയർമെന്റ് ഒരു 1/4 ഭാഗത്തോളം അവര് ഈ ഒരു മെത്തേഡ് വഴി കളക്ട് ചെയ്ത വെള്ളമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ടുഡേ ഇൻ വെസ്റ്റേൺ രാജസ്ഥാൻ സാഡ്ലി അപ്പം രാജസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം, അത്രയും വരൾച്ചയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അല്ലെ രാജസ്ഥാൻ, മരുഭൂമികളൊക്കെ. ആൻഡ് ടുഡേ ഇൻ വെസ്റ്റേൺ രാജസ്ഥാൻ sadly the practice of rooftop rainwater harvesting is on the decline as plenty of water is available due to the perennial Rajasthan canal. അപ്പം ഇവിടെ ഒരു perennial Rajasthan canal വന്നതിന് ശേഷം രാജസ്ഥാനില് റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം എന്താണ്? അവര് കുറഞ്ഞിരിക്കുകയാണ് അല്ലെ. പെരിനിയൽ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കാരണം റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് എന്താണ്? അവര് വെള്ളം കളക്ട് ചെയ്യുന്നില്ല, അവർക്ക് വേറൊരു കനാൽ വഴി കിട്ടുന്നത്. എന്നാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? though some houses still maintain the ടങ്കാസ് എന്ന് പറയുന്ന ആ ടാങ്കിനെയാണ് കേട്ടോ, കളക്ഷൻ ടാങ്കിനെയാണ് പറയുന്നത്.
സിൻസ് ദേ ഡു നോട്ട് ലൈക്ക് ദി ടേസ്റ്റ് ഓഫ് ടാപ്പ് വാട്ടർ. അപ്പൊ ടാപ്പ് വാട്ടറിന്റെ ടേസ്റ്റ് ഇല്ലാത്ത ആൾക്കാര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റെയിൻ വാട്ടർ അവര് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു രാജസ്ഥാൻ കനാൽ അല്ലെ, പെരിനിയൽ രാജസ്ഥാൻ കനാൽ വഴി വരുന്ന വെള്ളം അതിന്റെ ഒരു ടേസ്റ്റിൽ ഒരു ഡിഫറൻസ് ഉള്ളത് കാരണം അവര് വെള്ളം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. Fortunately, in many parts of rural and urban India, rooftop rainwater harvesting is being successfully adapted to store and conserve water. അപ്പൊ പല സ്ഥലങ്ങളിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മഴവെള്ളം സംഭരിക്കാറുണ്ട്. നമുക്കുണ്ട് അല്ലെ മഴവെള്ള സംഭരണികളില്ലേ നമുക്കും. ഓക്കെ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം വിച്ച് ഇസ് അഡാപ്റ്റഡ് ഹിയർ. അപ്പം ജണ്ടത്തൂർ, എ റിമോട്ട് വില്ലേജ് ഇൻ മൈസൂരു, റിസീവ്സ് an annual precipitation of 1000 millimeter through household rooftops. അപ്പം ഒരു മൈസൂരിലുള്ള ജണ്ടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 1000 millimeter നമ്മൾ ഈ ഹൗസ് ഹോൾഡ് റൂഫ് ടോപ്സ് വഴി അവര് കളക്ട് ചെയ്യുന്നുണ്ട്. From the 20 houses, the net amount of rainwater harvested annually amounts to എത്രയാണ്? 1 lakh liters അല്ലെ. 1 lakh liters ആണ് അവര് 20 ഹൗസസിലായിട്ട് അവര് കളക്ട് ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത്. സോ അത്രയും എമൗണ്ട് ഓഫ് വാട്ടർ അവർക്ക് കിട്ടുന്നുണ്ട്. Rooftop harvesting was common across the towns and villages of the Thar. അപ്പൊ താറിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ചുമ്മാ പറയുന്നതാണ്. തമിഴ്നാടു ഈസ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് ഹാസ് മെയ്ഡ്. തമിഴ്നാട് എന്ന് പറയുന്ന സ്റ്റേറ്റ് അല്ലെ, തമിഴ്നാട് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അയൽക്കാരായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എന്താ അവര് കൊണ്ടുവന്നിട്ടുള്ള ലോ എന്താണ്? ഇൻ ഇന്ത്യ വിച്ച് ഹാസ് മെയ്ഡ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ കമ്പൽസറി. അവരത് കമ്പൽസറി ആക്കി. കമ്പൽസറി ടു ഓൾ ദി ഹൗസസ് അല്ലെ, എല്ലാ വീട്ടുകാരും റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണം എന്ന് കമ്പൽസറി ആക്കി. ആര്? തമിഴ്നാട്ടിലുള്ള ആൾക്കാര്. Across the state, there are legal provisions to punish the defaulters. അപ്പം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലീഗലി ആയിരിക്കും അത് മൂവ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഒരു സാധനമാണ്, നമ്മൾ ലാസ്റ്റ് ആണ് ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് ലാസ്റ്റ് ആണ് വാട്ടർ റിസോഴ്സസിനെ പറ്റിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി ഒരു മെത്തേഡാണ് ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. അപ്പം ഇറിഗേഷനുള്ള ഒരു സിസ്റ്റം ആയിട്ട് ബാംബു ഇല്ലേടാ, മുള യൂസ് ചെയ്യുന്നത്, ബാംബു യൂസ് ചെയ്യുന്നതാണ്. ബാംബൂസ് യൂസ് ചെയ്തിട്ട് ഒരു ഇറിഗേഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ്. എവിടെയാണ്? മേഘാലയയില് 200-year-old സിസ്റ്റം ഓഫ് ടാപ്പിംഗ് സ്ട്രീം ആൻഡ് സ്പ്രിംഗ് വാട്ടർ ബൈ യൂസിംഗ് ബാംബു പൈപ്സ് ഇസ് പ്രിവാലന്റ്. അപ്പം ബാംബു ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? ഇറിഗേറ്റ് ചെയ്യാണ്. ബാംബു കൊണ്ട് പൈപ്പാക്കിയിട്ട്, ബാംബൂസിനെ പൈപ്പാക്കിയിട്ട് അവര് ഇറിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. എത്ര ഇയർ ഓൾഡ് ആണത്? 200 വർഷം പഴക്കമുണ്ട് ആ ഒരു മെത്തേഡിന്. About 18 to 20 liters of water enters the bamboo pipe system, gets transported over hundreds of meters and finally reduces to 20 to 80 drops per minute at the site of the plant. അപ്പം ഒരു 18 to 20 liters വന്നിട്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു 20 to 80 ഡ്രോപ്സ് അല്ലെ, ഒരു മിനിറ്റില് ഒരു 80 ഡ്രോപ്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? ഒരു ഇറിഗേഷൻ വരുന്ന ഒരു സിസ്റ്റം അല്ലെ. ബാംബു ഉപയോഗിച്ചിട്ട് അവർ ഇറിഗേറ്റ് ചെയ്യാം കേട്ടോ. ഇത് ബാംബു എന്ന് പറയുന്നത് ഒരു ലോങ് പൈപ്പ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വേണ്ട ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇറിഗേഷൻ നടത്താൻ വേണ്ടി പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് നമ്മൾ വെള്ളത്തിന്റെ സ്കാസിറ്റിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് ഡീൽ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ടർ സ്കാസിറ്റിനെ പറ്റി ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ത് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഡാംസിനെ പറ്റി പഠിച്ചു, റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം പഠിച്ചു,
പിന്നെ എന്താ പഠിച്ചത്? ഇപ്പം ബാംബു ഇറിഗേഷൻ സിസ്റ്റം. അപ്പം അതിന്റെ കൂടെയുള്ള എക്സാമ്പിൾസ്, ആ എക്സാമ്പിൾസും കൂടെ നിങ്ങൾ നന്നായിട്ട് നോക്കുക അല്ലെ. ഓരോരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട് അല്ലെ, ഇന്ന സ്ഥലത്ത് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ താറിൽ എന്തായിരുന്നു, റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു, രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. ഈ വക കാര്യങ്ങളും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ചെറുതായിട്ടുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ചുമ്മാ എക്സാമിന്റെ സമയത്ത് മറച്ചിട്ടാൽ പോലും കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ എക്സാമിന്റെ സമയത്ത് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി പോകരുത് അല്ലെ. ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഒക്കെ വായിച്ച് റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരു വട്ടം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ആവുന്ന സമയത്ത് ഒന്നും കൂടെ നോക്കിയാൽ മതി. അത്രയും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കണ്ടന്റ്സ് നമുക്ക് ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? വാട്ടർ റിസോഴ്സസ്, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. രണ്ടാമത് നമ്മള് വാട്ടർ സ്കാസിറ്റി പഠിച്ചു. മൂന്നാമത് നമ്മള് ഡാംസിനെ പറ്റി പഠിച്ചു അല്ലെ, വാട്ടർ റിസർവോയറിനെ പറ്റി പഠിച്ചു. നാലാമത് നമ്മള് റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെ, റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം പഠിച്ചു. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം പഠിച്ചു. പിന്നെ നമ്മള് പഠിച്ചത് എന്തായിരുന്നു? റൂഫ് ടോപ്പ് കഴിഞ്ഞിട്ട് നമ്മള് ബാംബു ഇറിഗേഷൻ പഠിച്ചു അല്ലെ, ബാംബു ഇറിഗേഷൻ പഠിച്ചു. പിന്നെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്രയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഒന്നുകൂടെ ചാപ്റ്റർ വൃത്തിക്ക് വായിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.